ISROയിലെ ചാരനാരാണ്? രാജ്യത്തെ പരാജയപ്പെടുത്താൻ, രാജ്യത്തിൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളെ പിറകിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തി പ്രവർത്തിച്ചു എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം അത്രയേറെ കാര്യങ്ങളൊക്കെ തന്നെ വെളിയിലേക്ക് വരുന്നു. NSA വന്നു പോയി നമ്മുടെ ISROയിൽ, അത് കേരളത്തിൽ. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവാതെ NSA ഒന്നും ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. ആരാണ് സാർ ഇതിൻ്റെ പിന്നിൽ? എന്തായിരിക്കാം ആ ഗൂഢലക്ഷ്യങ്ങൾ? ഇതിനകത്ത് ആരായിരിക്കാമെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഉദാഹരണത്തിന് പഴയ ISRO ചാരക്കേസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ ഈ ചാരപ്രവൃത്തി നടന്ന രീതികളും മറ്റുമൊക്കെ വലിയ എല്ലാവർക്കും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെന്നോ അതല്ലെങ്കിൽ ചാരപ്രവൃത്തി നടന്നതെന്നോ നമുക്ക് നമ്മുടെ മുമ്പിൽ പറയാൻ രേഖകളില്ല. പക്ഷെ ഇതിനതിലൊരു അന്താരാഷ്ട്ര തലത്തിൽ ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ നമുക്ക് ഇതിനകത്ത് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 1969 മറ്റേ അമേരിക്ക ആംസ്ട്രോങ്ങിനെ മറ്റൊക്കെ ചന്ദ്രനിലേക്ക് വിടുന്നു. അപ്പോൾ അന്ന് നമ്മളുടെ ഇന്ത്യയുടെ ISROയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിൻ്റെ വളരെ പ്രാഥമികമായ ദിശയിലാണ്. അതിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ വിക്രം സാരാഭായി ഒരു ബനിയനൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് APJ അബ്ദുൽ കലാമൊക്കെ ഇരുന്നിട്ട് റോക്കറ്റൊക്കെ ചെറിയ സംഗതികളൊക്കെ ഉണ്ടാക്കി വിടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക, റഷ്യ, ചൈന, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ, ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വലിയൊരു ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സംബന്ധിച്ചിട്ട് വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന സാധ്യത. ഉദാഹരണം ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ മുഖ്യമായ പങ്കുവച്ചതാരായിരുന്നു? പ്രിസിഷൻ ഫൈറ്റിങ്ങിന് അല്ലെങ്കിൽ പ്രിസിഷൻ ബോംബിങ്ങിനൊക്കെ സഹായിച്ചത് ISRO ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നേരത്തെ നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ DRDO ഓഫ് കോഴ്സ് ആ പ്രത്യേക സംവിധാനമാണ് ഡിഫൻസിൻ്റെ, അവർ ഗവേഷണത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ ISRO നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇതൊരു നിർണായകമായ റോൾ നടത്തുന്നു. ഒരു പ്രിസിഷൻ ആയിട്ടുള്ള മിസൈൽ വർഷത്തിന് അത് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം വരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ആ ജോണിൻ്റെ മക്കൾ പറഞ്ഞ സംഗതിയുണ്ട്. അതായത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കടലിൽ പോകുന്ന സമയത്ത് കടലിൻ്റെ ഞങ്ങൾ പോകുന്ന ഭാഗത്തുണ്ടാകുന്ന അവസ്ഥ എന്തുകൊണ്ട് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടൊരു 2-way കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നില്ല? ഇതൊക്കെ ഇന്ന് സാധ്യമാണ് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പോലും ഈ പറഞ്ഞതുപോലെ സാറ്റലൈറ്റ് വിടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ നിന്ന് ഇന്ത്യയുടെ ഈ ഒരു വിപണി, ഈ സാറ്റലൈറ്റിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഒരു വിപണി നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ ചീപ്പാണ്. അപ്പോൾ ഇങ്ങനെ വളരെ നമ്മുടെ ഏറ്റവും വലിയൊരു സക്സസിൻ്റെ ഈ ISROയുടെ ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് എന്ത്? PSLV എന്ന് പറയുന്നത് അല്ലേ? ആ PSLV C1 മിഷൻ കഴിഞ്ഞ മെയ്യിൽ പരാജയപ്പെട്ടു. C2 മിഷൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ, അതായത് 2025 മെയ്യിലൊന്ന് C1 പരാജയപ്പെട്ടു. 2026 ജനുവരിയിൽ ഈ PSLV C2 മിഷനും പരാജയപ്പെട്ടു. ഇങ്ങനെ അടിക്കടി 2 പരാജയങ്ങൾ എന്താണോ പിന്നെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു യുണീക്ക് പോയിൻ്റായിട്ട് യുണീക്ക് സെല്ലിംഗ് പോയിൻ്റായിട്ട് നിന്നിരുന്നത്, ആ ഒരു സംഗതിയെ PSLV അടുപ്പിച്ച് 2 വലിയ മിഷൻസിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇതിനകത്തോട്ട് വന്നിട്ടാണ് ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അജിത് ഡോവൽ, NSAയുടെ അജിത് ഡോവൽ രഹസ്യമായിട്ട് ISROയിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ലീഡ് ഇല്ലാതെ ഒരു കാരണവശാലും അജിത് ഡോവലിനെ ഇപ്പോൾ ഒരു കക്ഷിയൊന്നും ISROയിൽ വരില്ല. എന്തോ സംതിങ് അകത്തുണ്ടായിട്ടുണ്ട് സംഗതി. അപ്പോൾ അത് ചാരപ്രവൃത്തിയാണോ അതോ ഇനി മറ്റു എന്തെങ്കിലും ആണോ? അതായത് എന്തുകൊണ്ട് ഈ 2 ഈ PSLV മിഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് സാധനം അല്ലേ? അതിനു മുമ്പുള്ള എന്തെല്ലാം മിഷൻസാണ് ലോകത്തിൻ്റെ തന്നെ. ഇപ്പം ഈ മറ്റേ ഏറ്റവും ഒടുവിൽ നമ്മൾ വിട്ട പ്രോജക്റ്റുകളും ചന്ദ്രനിലേക്ക് ഇറങ്ങിയ നമ്മളുടെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ചന്ദ്രയാൻ. അതെ, ചന്ദ്രയാൻ്റെ ആ ദൗത്യമൊക്കെ അത് ആ ഒരു മേഖലയിൽ ആദ്യമായിട്ടാണ് പിന്നെ ഒരു രാജ്യം അവിടെ പര്യവേഷണം നടത്തുന്നത്.
അപ്പോൾ ഇത്തരത്തിലൊക്കെ വളരെയധികം നമ്മുടെ ഈ ഒരു സ്പേസ് സയൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആണ് ഈ രീതിയിലുള്ള 2 പരാജയങ്ങൾ അടുപ്പിച്ച് വരുന്നത്. മാത്രമല്ല ഇതൊരു വലിയ വിപണിയും കൂടെയാണ് ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ ഉദാഹരണത്തിന് ടെർമിനേറ്റർ സിനിമയുടെ ഇല്ല അതോ ഇൻട്രസ്റ്റെല്ലാർ സിനിമയുടെ അതൊരു സിനിമയുടെ ചിലവായിട്ടുള്ളൂ നമുക്കൊരു വലിയ ഒരു ഒരു മിഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. മാർസ് മിഷനെ പറ്റി പറയാറുണ്ട്, ഓട്ടോ കാശിനാണ് ഇവിടുന്ന് ചൊവ്വ വരെ അതേ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ ഈ സ്പേസ് മേഖല ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങൾ പലതും നമ്മുടെ സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ 2 പരാജയങ്ങൾ അടുപ്പിച്ച് വരുന്നത്. മാത്രമല്ല ഇന്ത്യ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിനെയും ഈ NSAയും ഈ അജിത് ഡോവലിനെയൊക്കെ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എന്തോ സംഗതി ഇതിനകത്തുണ്ട് എന്നുള്ളവർ കണ്ടെത്തി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. കാരണം വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ഇവിടെ നിന്ന് നമ്മളൊരു സ്വകാര്യ മേഖലയിൽ വെറും ചെറുപ്പക്കാർ 33 വയസ്സുള്ള അതിൻ്റെ CEOയ്ക്ക് എന്താണ് അയാളുടെ പേര്, മിസ്റ്റർ സായി കൃഷ്ണോ അങ്ങനെ എന്തോ, ISROയിൽ ജോയിൻ ചെയ്ത് കുറച്ച് പരിചയം നേടി അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി വളരെ കുറച്ച് സമയം കൊണ്ട് ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് റോക്കറ്റ് തയ്യാറാക്കി ചെറിയ പേലോടുള്ള സാറ്റലൈറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് നിക്ഷേപിച്ചു. അപ്പോൾ ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു റോക്കറ്റ് നിർമ്മിച്ച് വിടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആദ്യത്തെ നിലയിൽ ഈ റോക്കറ്റിൻ്റെ ഒരു സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് വിജയിച്ചാൽ പോലും അതൊരു സക്സസ് ആയിട്ട് കണക്കാക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് സ്വകാര്യ മേഖലയിൽ ചെറുപ്പക്കാർ പിള്ളേർ. അപ്പോൾ അന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ആ യുവാവിനെ കാണിക്കുമ്പം അവിടെ നിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാം. എല്ലാം ഈ പറഞ്ഞതുപോലെ മില്ലിനിയൽസോ അല്ലെങ്കിൽ ജെൻസി പരുവത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഈ സ്വകാര്യ മേഖലയിലേക്ക് ഈ സ്പേസ് മേഖല അല്ലെങ്കിൽ ഈ സ്പേസ് പര്യവേഷണം മാറിയതോടുകൂടി ഇന്ത്യ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ആ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ 2 വലിയ പരാജയങ്ങളുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ISROയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്, അവിടെ നിന്ന് കൂട്ടരാജി വരാൻ പോകുന്നു. അത് പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ മേഖലയിൽ വൻ സാധ്യതകൾ തുറന്നു കിട്ടുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഇവിടെ ഈ പറയുന്നത്, കാരണം ശരിക്കും ഇത്തരം സയൻറ്റിസ്റ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ ആകർഷകമായ ശമ്പളം കൊടുത്ത് നിർത്തുന്നതാണ്. അതിൻ്റെ കാരണം രാജ്യത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണല്ലോ, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് വ്യവസ്ഥയൊക്കെ കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റേതായുള്ള പരിമിതികളൊക്കെ ISRO കൊണ്ട് സ്റ്റിൽ അവരുടെ ഈ പറഞ്ഞതുപോലെ ഈ നാള് പിന്നെ ഡോക്ടർ BS ഷോഗ് നമ്മുടെ കഴിഞ്ഞ അദ്ദേഹം സസ്പെൻഷനിലായിരുന്ന സമയത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫ് ISROയിലാണ്, തന്നെക്കാൾ കൂടുതൽ ശമ്പളം തൻ്റെ ഭാര്യയ്ക്കുണ്ടെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പട്ടിണി കിടക്കില്ല എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോലും അവരുടെ ശമ്പളം സ്കെയിലുകളും മറ്റൊക്കെ മികച്ചതാണെങ്കിൽ പോലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള അവരെ അട്രാക്റ്റ്, അതും ഒരു ഭാഗമാണല്ലോ അങ്ങനെയുള്ള ആൾക്കാരെ. കാരണം സ്വകാര്യ മേഖലയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനൊരു തീർച്ചയായിട്ടും ISROയുടെ സഹകരണവും എല്ലാം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്വകാര്യ മേഖലയും ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയിലെ കാര്യം എടുത്ത് നോക്കുക, സ്പേസ് എക്സ് നമ്മളുടെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നടത്തിയിരിക്കുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം നാസയ്ക്ക് പോലും ഒരു സാറ്റലൈറ്റിനെ വിട്ട് കഴിഞ്ഞാൽ റോക്കറ്റ് കൊണ്ട് കടലിൽ കളയാനേ ഇപ്പോഴും പറ്റത്തുള്ളൂ. മറിച്ച് ഇലോൺ മസ്ക് റോക്കറ്റിനെ വിട്ടിട്ട് വിട്ട സ്ഥലത്ത് തന്നെ റോക്കറ്റ് ഒന്ന് പതുക്കെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേട്ടം സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവേഷണം എന്ന് പറയുന്നത് ഈ സർക്കാർ മേഖലയിൽ മാത്രമല്ല, ഈ ഗവേഷണം അതിൻ്റെ റിസൾട്ട് ഈ പറഞ്ഞതുപോലെ പ്രയോഗിക്കുന്ന രീതിയിലേക്ക് വന്നൊരു കാലം കൂടി. കാരണം നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഈ ടൂളും മാറി തന്നെ, ഡിജിറ്റൽ ടൂളിൻ്റെ ഒരവസ്ഥ മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഈ ഡെമിസ് ഹസാബിസ്, അതായത് അദ്ദേഹം 2024 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ യുവാവാണ്. അദ്ദേഹമാണ് ഈ ഗൂഗിളിൻ്റെ ഈ AI വിഭാഗമായ ഡീപ്പ് മൈൻഡിൻ്റെ തലവനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ ഡീപ്പ് മൈൻഡിൽ മാറിയിട്ട് അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഗൂഗിളിൻ്റെയും കൂടെ സഹകരണത്തിൽ തുടങ്ങാൻ പോകുന്ന സാധനമാണ്. അതിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് എന്ന നിലയിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായിരുന്ന ഈ ഗവേഷണങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും ഒക്കെ സ്വകാര്യ മേഖലയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഈ റിയൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്.
അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇത്തരം ഈ ടെക്നോളജി മേഖലയിലും IT മേഖലയിലാണെങ്കിലും ഇന്ത്യൻ ബ്രെയിൻസും ഇന്ത്യൻ സാധ്യതയും വളരെ വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ IT കമ്പനികൾ എടുത്ത് നോക്കുക, എല്ലാ ലോകത്ത് നിയന്ത്രിക്കുന്ന കമ്പനികളിലും ഒന്നുകിൽ നേതൃസ്ഥാനത്ത് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ നിർണായക സ്ഥാനത്ത് ഇന്ത്യക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതി നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വകാര്യ മേഖലയിലേക്കും ഇവിടുത്തെ ഈ സ്പേസ് മേഖല ഗവൺമെൻറ് തുറന്നു കൊടുക്കുന്നു. ഒരുപാട് ഇൻഡസ്ട്രീസ്, ഒരുപാട് സംരംഭങ്ങൾ ഇതിലേക്ക്, സ്റ്റാർട്ടപ്പുകളിലേക്ക് വരുന്നു. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഈ സ്പേസിനകത്തുള്ളൊരു ഒരു മേൽക്കൈ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇന്ത്യ ബിൽഡപ്പ് ചെയ്ത ആ ഒരു ഇമേജ് തകർക്കുക എന്നുള്ളതിലൊക്കെ ഒരു പക്ഷേ അന്താരാഷ്ട്ര താല്പര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവും. മനസ്സിലായില്ലേ? അതായിരിക്കണം ഒരു പക്ഷേ ഈ അടുപ്പിച്ച് 2 എണ്ണം പരാജയപ്പെടാനുള്ള, അതായത് ISROയുടെ ഏറ്റവും സ്ട്രോങ് പോയിൻറ്റ്സ് ആയിട്ടുള്ള PSLV മേഖലയിൽ 2 പരാജയം വരാനുള്ള കാരണം അതായിരിക്കാം എന്നുള്ളതായിരിക്കും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ അന്വേഷണം നടത്തിക്കാനും. അതേപോലെ ഇപ്പോൾ ISROയിൽ നിന്ന് കേൾക്കുന്ന ഒരു വലിയ പരാതിയുണ്ട്, ബ്യൂറോക്രസിയുടെ അമിതമായ ആധിപത്യം സ്ഥാപിക്കൽ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്പേസ് മേഖലയ്ക്ക് സുഖകരമല്ലാത്ത വാർത്തകളാണ്. പക്ഷേ അതേ സമയത്ത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ISROയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന അസ്വസ്ഥതകളും ബ്യൂറോക്രസിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആക്ഷേപങ്ങളും, അതോടൊപ്പം തന്നെ ISROയിൽ നിന്ന് കൂട്ടരാജിക്കുള്ള ഒരു സംഗതി വരികയൊക്കെ ചെയ്യുന്നത് സംതിങ് ഈസ് റോട്ടൺ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊരു പക്ഷേ നാളെ അറിയണമെന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ അതിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെന്തോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം ഈ സമയത്ത് അവിടെ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യ മേഖലയിലേക്ക് ഇത് സ്പേസ് മേഖല തുറന്നു കൊടുക്കുന്നതും അതുപോലെ തന്നെ ISROയിൽ ഉണ്ടാകുന്ന പരാജയങ്ങളുമൊക്കെ ഈ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടം ഈ പറഞ്ഞതുപോലെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ തളർത്തുന്നൊരവസ്ഥയിലേക്ക് ഇത് മാറും. സർ, ഈ ചാരപ്രവൃത്തി നടത്തി ഇല്ലെങ്കിൽ ഇതിനകത്ത് ISROയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇവിടുത്തെ വിവരങ്ങൾ ചോർത്തുക അല്ല ലക്ഷ്യം, ഇതിനെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. അതായത് ഇന്ത്യയുടെ കുതിപ്പിനെ ഒന്ന് പിടിച്ചു നിർത്തുക, തടയുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒരിക്കലും ഇന്ത്യയേക്കാൾ കുറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളുടെ ലക്ഷ്യമായിരിക്കില്ല. കുറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വിവരം ചോർത്തുകയാണ്. അട്ടിമറിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയേക്കാൾ വളർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഇനി ഉയരരുതെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക അമേരിക്കയും ചൈനയും ആയിരിക്കും എന്നാണ്. റഷ്യ നമ്മുടെ സുഹൃത്താണ്, അതുകൊണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അമേരിക്കയും റഷ്യയും അമേരിക്കയും ചൈനയും ഉറപ്പായിട്ടും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താം. പക്ഷേ ഇതിൽ ചൈനയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ശത്രു ആയതുകൊണ്ട് നമുക്ക് ഒരു നിരീക്ഷണത്തിൽ ഒരു പക്ഷേ പെട്ടതിന് കൂടുതലും അമേരിക്കയ്ക്കായിരിക്കില്ലേ സാധ്യത? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു അടിസ്ഥാന നിലനിൽപ്പ് ഇങ്ങനെയാണ്, മനസ്സിലല്ലേ? നമ്മളുടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യം എടുത്ത് നോക്കുക, ആരോഗ്യം, ഭക്ഷണം, അതേപോലെ നമ്മുടെ ഇവിടുത്തെ ഫെർട്ടിലിറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ നേട്ടം മുതലെടുത്തുകൊണ്ട് പുത്തൻ ഒരു സാമ്രാജ്യത്വമാണ് സൃഷ്ടിച്ചത്. അതായത് പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എന്ന് വെച്ചാൽ അവർ കാശ് കയ്യിൽ നിന്ന് ചിലവാക്കി അവരുടെ ആൾക്കാരെ പല രാജ്യങ്ങളും കൊണ്ട് നിർത്തിയിട്ടായിരുന്നു ഈ കോളനി നിർത്തിയിരുന്നത്. അമേരിക്ക അതല്ല, നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ നാശം നമ്മളെ കൊണ്ട് ആലിംഗനം ചെയ്യിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരും. ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്ന് ഈ കാർഷിക മേഖലയിൽ പെട്ടെന്ന് ലാഭം കിട്ടുന്ന വിത്തുകൾ ഇറക്കുന്നു, പെട്ടെന്ന് ലാഭം കിട്ടുന്ന, ഇന്നലെ 100 കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ 1000 രൂപ കിട്ടുന്ന രീതിയിലുള്ള വളങ്ങൾ കൊണ്ടുവരുന്നു, പെസ്റ്റിസൈഡ്സ് കൊണ്ടുവരും. നമ്മൾ ആവേശപൂർവ്വം IR8 ജ്യോതി ഇങ്ങനെ ഒരുപാട് വിത്തുകൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ എന്താ അവസ്ഥ? മണ്ണ് വന്ധ്യമായി. പെസ്റ്റിസൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടാലും ഗുണമില്ല, കീടങ്ങൾ പോകുന്നില്ല, വളവിട്ടാലും വിളവുമില്ല, കൃഷി നശിക്കുന്നു. മാത്രമല്ല ഈ വെള്ളം മലിനമായി നമ്മുടെ ശരീരത്ത് കയറുന്നു. അതുകൊണ്ട് എന്തായി, ഈ കഴിഞ്ഞ ബജറ്റിൽ 2026 ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ് പോകാൻ അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുള്ള ഏക സംസ്ഥാനം, 1ാമത്തെ സംസ്ഥാനം കേരളമാണെന്ന് അഭിമാനം കൊണ്ടു. എന്തുകൊണ്ടായി ഡയാലിസിസ്? നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിലെ അഴുക്കും ഭക്ഷണത്തിലെ വിഷവുമാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു അമേരിക്കൻ പദ്ധതി നമുക്കിതിനകത്ത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അദൃശ്യമായ, നമുക്ക് അവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ശരീരം, ഈ കേരളം എങ്ങനെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ വലിയ വിപണിയാക്കി മാറ്റി, അത് ഈ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
നമുക്കത് എങ്ങനെയാണ് പ്രവർത്തിക്കുക, അതിനകത്ത് ചാരപ്പണിയാണോ മറ്റെന്തെങ്കിലുമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.